പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്യണം. അവർക്കൊരു എന്താ പറയുക, അവരോട് നിങ്ങൾ മാപ്പ് കൊടുക്കണം. ഈ മാപ്പ് കൊടുക്കുമ്പോൾ അവർ നല്ലതായതുകൊണ്ടോ അവർ നല്ലതായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുത്തത് കൊണ്ടോ അല്ല. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളുടെ പേര്, അതവനോ അവളോ അവരുടെ പേര് എഴുതിക്കൊണ്ട് തന്നെ നിനക്ക് ഞാനിന്ന് മാപ്പ് തരികയാണ്. നീ നല്ലതായതുകൊണ്ടോ നീ ചെയ്ത പ്രവൃത്തികൾ എനിക്ക് പിന്നീട് അത് മനസ്സിലായതുകൊണ്ടോ അല്ല. പക്ഷേ ഞാൻ ഇനിത് മാപ്പ് തരുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത് എൻ്റെ തന്നെ ഉയർച്ചയ്ക്ക് ഇതൊരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് ദൈവനാമത്തിൽ ഞാനിത് മാപ്പ് തരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു വെർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ഇതൊരു തെറ്റെന്ന് തോന്നുന്നു. ചിലപ്പോൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് കറക്റ്റും ആകാം. അപ്പം എന്തായാലും നമ്മളിന്ന് ആ മനുഷ്യനോട്, ആ വ്യക്തിയോട് നമ്മളിന്ന് പൊറുക്കുകയാണ്. അപ്പോൾ ആ ഫൊർഗീവ്നെസ് അവരോടുള്ള ആ ഗ്രഡ്ജ് മുഴുവൻ നിങ്ങളിന്ന് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർക്ക് മാപ്പ് കൊടുത്തിട്ട് ആ പൂർണ്ണമായി മാപ്പ് കൊടുത്തു കഴിയുമ്പം നിങ്ങളൊരു ദീർഘശ്വാസം ഇട്ടിട്ട് ആ പേപ്പർ എടുത്തിട്ട് നിങ്ങളിന്നത് കത്തിച്ച് കളയണം. നിങ്ങളോട് അവർ ചെയ്ത ആ വിഷമവും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഗ്രഡ്ജും ഇന്ന് നിങ്ങൾ ആ പേപ്പർ കത്തിക്കുന്നതോടുകൂടി പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു എന്താ പറയുക, കഴുകി തുടച്ചൊരു സ്ലേറ്റ് പോലെയാവും. ഇനി മുതൽ നമുക്ക് ആ വ്യക്തിയോട് ഒരു ഗ്രഡ്ജില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാനും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഞാനും അത് വീണ്ടും പ്രാക്ടീസ് ചെയ്തു. ഞാനും ഇതുപോലെ എഴുതി ഞാൻ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു എഴുതുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് കത്തിച്ച് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഞാൻ സ്വന്തമായിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നാളെ കുറച്ചുകൂടെ കരുത്തുള്ള, കുറച്ചുകൂടെ വ്യക്തിത്വമുള്ള, കുറച്ചുകൂടെ എന്താ പറയുക, 1000 തേജസ്സിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണല്ലേ. അപ്പോൾ കുറച്ചും കൂടെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. നാളെ മറ്റൊരു വീഡിയോ.